കാര്യം ചോദിക്കട്ടെ, മെന്റലി ടയർഡ് ആണോ അല്ലയോ എന്ന് എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ ഫിസിക്കലി ടയർഡ് ആണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ മെന്റലി ടയർഡ് ആണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കേണ്ട സമയം കഴിഞ്ഞു. വേറൊന്നുമല്ല, നമ്മൾ മെന്റലി ടയർഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഏതൊരു കുഞ്ഞു കാര്യമാണെങ്കിലും ചിലപ്പോൾ പിള്ളേർ വന്ന് പറയുന്നതായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആര് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കും. രണ്ടാമത്, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ടും ഓവർ തിങ്ക് ചെയ്യും. ഒരു കാര്യമില്ലാത്ത കാര്യമായിരിക്കും തിങ്ക് ചെയ്ത് കൂട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്കൊന്നും ചെയ്യേണ്ട, എവിടെയെങ്കിലും ഒന്നിരുന്നാൽ മതി, ആ ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ പറയുന്ന മടി, അതിനെ നമ്മൾ മടി എന്ന് പറയാം, ക്ഷീണം എന്ന് പറയാം, എന്തൊക്കെ വേണമെങ്കിലും പേരിട്ട് നമുക്ക് വിളിക്കാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ മൈൻഡ് ഡൾ ആവുന്നതിന്റെ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ടയർഡാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ ഒരാളെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് ഈ കാലത്തിന്റെ ആവശ്യമാണ്. ഞാൻ പറയുന്നത് പ്രൊഫഷണലി ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും വീട്ടിലൊന്നും എല്ലാവരോടും ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അതിൽ വീട്ടിലുള്ള ബാക്കി ആൾക്കാരെ സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി പറയാൻ പറ്റില്ല. സോ അതിന് അർഹരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതിനു വേണ്ടി പഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് സ്വസ്ഥമായിട്ട് പോയിരുന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാവണം. ഒരുപാട് ആത്മഹത്യകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ പ്ലീസ് പ്ലീസ് പ്ലീസ്, കാരണം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഒരു അവയർനെസ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്ക്